ഹലോ എവരി വൺ, ഞാൻ ഡോക്ടർ സേവ്യർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഗർഭിണികൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളും അത് ബോണസായിട്ട് ലാസ്റ്റ് പറയാം. അതിനു മുമ്പ് പ്രത്യേകമായിട്ട് പാൽക്കഷായങ്ങൾ, ഈ സമയത്ത് ഗർഭിണികൾ കഴിച്ചിരിക്കേണ്ട പാൽക്കഷായങ്ങളുണ്ട്. ഓരോരോ മാസങ്ങളിലും കഴിക്കേണ്ട 9 കഷായ യോഗങ്ങൾ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ആചാര്യന്മാർ. അത് ഏതൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത അവസാനം വരെ കാണുക. ആദ്യം തന്നെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ആരംഭിക്കാം. അതായത് ഓരോ മാസവും 9 മാസത്തിൽ ഓരോ മാസവും കഴിക്കേണ്ട കഷായങ്ങൾ പറയാം. അതിന് ആദ്യമായിട്ട് 9 ഔഷധദ്രവ്യങ്ങളാണ് പറയുന്നത്. ഇത് എങ്ങനെ പഠിക്കാമെന്ന് വരെ നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ അതായത് ആദ്യമായിട്ട് 1-ാം മാസത്തിൽ കുറുന്തോട്ടിവേരാണ് പാൽ കഷായത്തിന് ഏറ്റവും ശ്രേഷ്ഠം. ഈ കുറുന്തോട്ടിവേര് 1-ാം മാസം മുതൽ 9-ാം മാസം വരെ പതിവായിട്ട് കൊടുത്താലും വിരോധമില്ല. അപ്പോൾ കുറുന്തോട്ടിവേര്. പിന്നെ 2-ാം മാസത്തിൽ തിരുതാളി വേര്, 3-ാം മാസത്തിൽ ചെറുവഴുതിന വേര്. ഓക്കെ, പിന്നെ 4-ാമത്തെ മാസത്തിൽ നമുക്ക് ഓരില വേരാണ് പാൽ കഷായം വെച്ച് കൊടുക്കേണ്ടത്. 5-ാമത്തെ മാസത്തിൽ ചിറ്റമൃതും, 6-ാമത്തെ മാസത്തിൽ പുത്തിരിച്ചുണ്ട വേര്. പിന്നെ 7-ാം മാസമായാൽ യവധാന്യമാണ് പാൽക്കഞ്ഞി വെച്ച് കൊടുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ്. പാൽക്കഷായമായിട്ട് കൊടുക്കാം, പാൽക്കഞ്ഞി വെച്ച് കൊടുക്കാം, യവധാന്യം. 8-ാം മാസത്തിൽ നമുക്ക് പെരുങ്കുരുമ്പ വേര്. പെരുങ്കുരുമ്പ വേര് നമുക്ക് പച്ചമരുന്നുകളിൽ മേടിക്കാൻ കിട്ടുമതൊക്കെ കേട്ടോ, പേര് കേട്ട് പേടിക്കണ്ട. ഇതാണ് പാൽക്കഷായത്തിന് വിധിച്ചിട്ടുള്ളത്. അതുപോലെ ഏറ്റവും അവസാനം 9-ാം മാസം ശതാവരിക്കിഴങ്ങ് പാൽക്കഷായം വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഓരോന്നിനും ഓരോ മാസത്തേക്ക് പ്രത്യേകതകളുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ഫസ്റ്റ് ട്രൈമെസ്റ്റർ കഴിഞ്ഞിട്ടോ ഒക്കെ ഒരു സ്കാൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 4-5 മാസമാകുമ്പോൾ ഒന്നും കൂടെ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ, 2-ാമത്തെ സ്കാൻ കഴിയുമ്പോൾ ഫ്ലൂയിഡ് കുറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ വളർച്ച കുറവ് എന്നൊക്കെ പറയുന്നുണ്ട് കുഞ്ഞിന്, അല്ലെങ്കിൽ ആ പൊസിഷൻ കറക്റ്റ് ആവണില്ല. ഫ്ലൂയിഡ് കുറവ്, വളർച്ച കുറവ് സാധാരണ കേൾക്കുന്ന. അപ്പോൾ ഇത് കാലത്തെ ജീവിത രീതി കൊണ്ടും ഭക്ഷണ രീതി കൊണ്ടുമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അത്തരം സംഗതികൾ ഉണ്ടാവാതിരിക്കാനായിട്ട് 1-ാം മാസം മുതൽ ഇത്തരം പാൽക്കഷായങ്ങൾ ശീലിക്കാവുന്നതാണ്. ഇത് പഠിച്ചിരിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതായത് 9 മാസമല്ലേ, 9നെ 3 കൊണ്ട് തിരിക്കുമ്പോൾ 3, 3 9. അപ്പോൾ അതിന് ആദ്യത്തെ 3 മാസം ഓർത്തിരിക്കാൻ എന്താ പറയുക വഴി? KTC. അതായത് K ഫോർ കുറുന്തോട്ടി, T ഫോർ തിരുതാളി, C ഫോർ ചെറുവഴുതിന പേര്, അപ്പോൾ KTC. അടുത്ത ട്രൈമെസ്റ്ററിൽ OCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ O എന്തിനാ? ഓരില പേര്, C ചിറ്റമൃത്, P എന്തിനാ? പുത്തിരിച്ചുണ്ട പേര്. അപ്പോൾ KTC OCP. ഇനി YPS എന്തൊക്കെയാണെന്ന് അറിയോ? Y എന്ന് പറഞ്ഞാൽ യവധാന്യത്തിന് Y, P പെരുങ്കുരുമ്പ പേര്, S ശതാവരിക്കിഴങ്ങ്. അപ്പോൾ ഈ 9 പേര് നിങ്ങൾ പഠിച്ചില്ലേ? KTC OCP YPS. ഇതാണ് 9 മാസത്തിൽ സേവിക്കേണ്ട പാൽക്കഷായങ്ങൾ. ഇത് ഓരോരോ മാസത്തിൽ ദിവസേന ഒരു 30 ഗ്രാം എടുത്തിട്ട് കഴുകി കൊത്തി നുറുക്കി ചതച്ചിട്ടേ ഒരു ഗ്ലാസ് പാലും ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു ശീല കെട്ടിയിട്ട് അതിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ നന്നായി. അപ്പോൾ പിഴിഞ്ഞ് കളയാൻ സൗകര്യമാണ്. 1 ഗ്ലാസ് പാലിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, നന്നായിട്ട് തിളപ്പിക്കുക. 30 ഗ്രാം മരുന്നാ വേണ്ടു. അത് ദിവസേന രാത്രി ഭക്ഷണശേഷം കൊടുക്കുക, അതാണ് നല്ലത്. ഇനിയിപ്പോൾ രാത്രി കഴിക്കുമ്പോൾ ഇച്ചിരി ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ കഴിക്കാം, അപ്പോഴും വിരോധമില്ല. അതിലേക്ക് ഒരു 2 തെന്നന്തരം കൂടിയും കൂടി പൊടിച്ചിട്ടാൽ വിശേഷമായി. അതിലിപ്പോൾ ഈ ശതാവരിക്കിഴങ്ങ് എടുക്കുമ്പോൾ അതിൻ്റെ ആരും മൊരിയൊക്കെ ഒന്ന് കളയണം. അതുപോലെ ചിറ്റമൃത് എടുക്കുമ്പോൾ അതിൻ്റെ ആരും മൊരിയൊക്കെ കളയുക. എന്നിട്ട് അതിൻ്റെ നടുവിലൊരു ആരുണ്ടോ അത് കളയുക, പുറത്ത് തൊലി കളയുക. എന്നിട്ട് കഴുകി കൊത്തി നുറുക്കി ചതയ്ക്കുക. ഒരു 30 ഗ്രാം ഒരു പരുത്തിശീലയിൽ കിഴി കെട്ടിയിടുക. 1 ഗ്ലാസ് പാലൊഴിക്കുക, 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, പാലിളവാക്കി വറ്റിക്കുക, ചെറുതീയരിച്ച് കത്തിക്കുക. നല്ലോണം വെട്ടി തിളപ്പിക്കരുത്. ചെറുതീയരിച്ച് പതുക്കെ ഇളക്കി ഒന്ന് കുറുക്കി ഇളക്കി വറ്റിച്ചിട്ട് ആ കിഴി അങ്ങോട്ട് പിഴിഞ്ഞ് കളയുക. അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. അല്ലെങ്കിൽ 2 തെന്നന്തരം ഗുളിക പൊടിച്ചിടുക. വേണമെങ്കിൽ അല്പം പഞ്ചസാരയും ചേർത്ത് ഇളക്കിയിട്ട് ഒന്നുകിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിന്നർ കഴിഞ്ഞിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിന്നർ കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് പതിവായിട്ട് അങ്ങോട്ട് സേവിച്ചാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് ഒരു പരിധി വരെ സഹായിക്കും. പിന്നെ മറ്റു പല കോംപ്ലിക്കേഷൻസും പല ഘടകങ്ങളും കൊണ്ടും ഉണ്ടാവാം. അത് നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ചാൽ ഇതിൽ വരുത്തേണ്ടതായ മാറ്റങ്ങൾ, ഇതിൻ്റെ കൂടെ കഴിക്കേണ്ടതായ മരുന്നുകളും പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഈ സുഖപ്രസവത്തിനും നോർമൽ ഡെലിവറിക്കും കൂടി ഇത് നിത്യേന ശീലിക്കുന്നത് സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പോൾ വളരെ സേഫായിട്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ അമ്മയ്ക്കും കുഞ്ഞിനും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇത് കഴിക്കാം. മനസ്സിലായോ? ഇനി ഇത് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പണ്ട് കാലങ്ങളിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ സ്ഥിരമായിട്ട് പാലിച്ചു പോന്നിരുന്ന ചിട്ടകളാണ്. ഇനി മറ്റ് ചില കാര്യങ്ങളും കൂടി ഈ ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഈ സമയത്ത് ഈ ഹൈ ഹീലുള്ള ചെരുപ്പിട്ട് നടക്കുന്നത് വേണ്ട, അത് ഒഴിവാക്കാം. ഹൈ ഹീൽസ് ഒഴിവാക്കുന്നതല്ല. പിന്നെ അടുത്തൊരു സംഗതി കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് നിങ്ങളുടെ എല്ലാ ചിന്തകളും പ്രവൃത്തികളും ആ കുഞ്ഞിൻ്റെ മനസ്സിൽ പതിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പൊതുവേ കാണാം, ഈ വയറ് വീർത്ത് വരുന്നതിനനുസരിച്ച് ഇങ്ങനെ സാരിയുടെ തലപ്പ് കൊണ്ടോ ചുരിദാറിൻ്റെ ഷാൾ കൊണ്ടോ ഒക്കെ മറച്ച് പിടിച്ച് നടക്കില്ല. എന്തിനാപ്പോൾ ഇത് പുറത്ത് പറയാൻ പാടില്ലാത്തതെന്നുള്ളതൊന്നല്ലോ, എന്തായാലും ഒരു ദിവസം പുറത്തറിയും. അപ്പോൾ പിന്നെ അത് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ തോന്നുകയാണ്, എൻ്റെ അമ്മയ്ക്ക് എന്നെ പുറത്ത് കാണിക്കാൻ മടിയാണോ എന്ന് വരെ തോന്നിപ്പോവും. അത് ആ മാനസികാവസ്ഥയിലും ബാധിക്കും.
അപ്പോൾ അതുകൊണ്ട് അത്തരം മറച്ചു പിടിക്കലൊന്നും വേണ്ട. ഹൈ ഹീൽ ചെരുപ്പിട്ട് നടക്കുന്നത് നിങ്ങൾക്കും കുഞ്ഞിനും ഗുണകരമായിരിക്കില്ല, അത് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ ഈ അബോർട്ടിഫിഷ്യൻസ് ഒക്കെ മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു 1-2 വർഷമായെങ്കിൽ പോലും മുൻപ് എന്തെങ്കിലും അബോർട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും ഗുളികകളൊക്കെ കഴിച്ച് ഇൻഡ്യൂസ്ഡ് അബോർഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ വിവരം നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറെ അറിയിക്കണം. അതിപ്പോൾ ഉടനെ ഒന്നുമല്ല, പണ്ടാണ് 2 കൊല്ലമായി ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാതിരിക്കരുത്. അത് തീർച്ചയായിട്ടും ആ ഡോക്ടറെ അറിയിക്കണം. എന്ന് വെച്ചാൽ അതിനുള്ള മരുന്നുകളും ഔഷധങ്ങളും തുടക്കത്തിൽ തന്നെ ഓരോരോ മാസവും കൺസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും. പിന്നെ ഈ സമയത്ത് വേറെ സംഗതി കൂടി ഉണ്ട്. അതായത് ഈ പേരൊക്കെ നിശ്ചയിച്ച് വെക്കാം. ഇനിയിപ്പോൾ ഷാജഹാൻ ചക്രവർത്തിയുടെ ഷാദ് തുടങ്ങുന്ന പേര് വേണോ, അതോ സെബസ്ത്യാനോസ് പുണ്യാളുടെ സെയിൽ തുടങ്ങുന്ന പേര് തന്നെയാണോ, അതോ ഇനി കുവൈറ്റിൻ്റെ പൂവാണോ, പൂത്തോളുടെ പൂവാണോ, ഏതക്ഷരം ഇനി എല്ലാ അക്ഷരം കൂട്ടിയിട്ടാണോ പേരുണ്ടാക്കണേന്നൊക്കെ ഇപ്പോൾ ഈ സമയത്ത് ആലോചിച്ച് വെക്കാട്ടോ. അതിനും കൂടി ഈ അവസരം ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ശാന്തമായിട്ടിരിക്കുക. ഇത്തരം പാൽക്കഷായങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സുഖപ്രസവത്തിന് പോലും സാധ്യതയുണ്ട്. ഇത്തരം സംഗതികളൊക്കെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പണ്ട് തന്നെ പറഞ്ഞു വെച്ചിരുന്നു. കേരളത്തിൽ ഇതൊക്കെ വളരെ പ്രചാരത്തിലുണ്ടായിരുന്നതാണ്. പക്ഷേ ഇതൊക്കെ കുറേ കഴിഞ്ഞപ്പോൾ വെറും അയൺ ഗുളിയും വിറ്റാമിൻ ഗുളിയും മാത്രമായിട്ട് മാറി. അത് എന്നിട്ട് പിന്നെ അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷനാണ് ഇപ്പോൾ അധികം പലർക്കും. ഓക്കെ, അപ്പോൾ അതൊന്നും വേണ്ട. നമുക്ക് കൂടുതൽ അയൺ കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സ് ഉണ്ടെന്നേ, അത് കഴിച്ചാൽ പോരെ. മനസ്സിലായി? മറ്റത് ഓവറായിട്ട് ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞ് കറുത്ത് പോകുന്നതിന് ഒരു സാധ്യതയുണ്ട്, നിറം കുറയും എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അത് കഴിക്കില്ല. ഓക്കെ, അത് വേണ്ട കേട്ടോ. നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറെ കാണുക, നിങ്ങളുടെ സിംറ്റംസും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞറിയിക്കുക. ഓരോരോ മാസം കഴിയുമ്പോൾ ചെക്കപ്പ് അല്ലെങ്കിൽ ട്രൈമെസ്റ്റർ കഴിയുമ്പോൾ ഉള്ള ചെക്കപ്പിൽ നിർദ്ദേശിക്കുന്നതായ സംഗതികൾ കൃത്യമായിട്ട് പാലിക്കുക. ഓക്കെ, അത് ഒപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ചാൽ നിങ്ങൾക്ക് വേണ്ടതായ പരിചരണങ്ങളും നിർദ്ദേശങ്ങളും ലഭിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കൊക്കെ എവിടേക്കോ പ്രയോജനപ്പെടുക എന്നറിയില്ല. ഓക്കെ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അതോടുകൂടി വരുന്ന ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഡെയിലി 3 മണിക്ക് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇജാതി വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അത് അവസാനം വരെ കാണാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 1-2 ആവർത്തിച്ച് അങ്ങോട്ട് കാണുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ, ആദ്യം ആയുർവേദം.